ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കന്യാകുമാരി പോയ വീഡിയോ ഫസ്റ്റ് പാർട്ടൊക്കെ ഇട്ടത് നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്ത ഹോട്ടലിന്റെ ഒരു റിവ്യൂ ആണിത്. സോ ഹോട്ടലിന്റെ പേര് മാണിക്യം ടൂറിസ്റ്റ് ഹോം. സോ ഇതിന്റെ ലൊക്കേഷനും മറ്റു ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തേക്കാം. നിങ്ങൾക്ക് ട്രസ്റ്റ് ഫുൾ ആയിട്ട് പോയി താമസിക്കാം. അപ്പോൾ ഞങ്ങൾ എടുത്തത് AC റൂം ആയിരുന്നു, അതും ട്രിപ്പിൾ ബെഡ്റൂമിന്റെ ആയിരുന്നു. അപ്പോൾ ഒരു ഡബിൾ കോട്ട് കട്ടിലും ഉണ്ടായിരുന്നു, സൈഡിൽ ഒരു ചെറിയൊരു സിംഗിൾ കോട്ട് കട്ടിലല്ല, ദിവാൻ കോട്ട് പോലത്തെ ഒരു സംഭവമായിരുന്നു. AC റൂം ആയിരുന്നു എടുത്തിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഫെസിലിറ്റീസ് ഒക്കെ വീഡിയോയിൽ കാണാൻ പറ്റും. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതേപോലെ കന്യാകുമാരി ദേവി ടെമ്പിളിൽ നിന്നും ഒരു 750 മീറ്റർ അതിനകത്തേ ഉള്ളൂ, നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഞങ്ങൾ നടന്നാണ് പോയത്. ജസ്റ്റ് ഒരു 2 വളവ് കഴിഞ്ഞാൽ അമ്പലമായി. പിന്നെ അതേപോലെ തന്നെ തൊട്ടടുത്ത് നല്ല അടിപൊളി ഹോട്ടൽസും ഉണ്ട്. നമുക്ക് ബഡ്ജറ്റ് ആയിട്ടുള്ള ഹോട്ടൽസും ഉണ്ട്, അതേപോലെ ഇച്ചിരി കോസ്റ്റ് ആയിട്ടുള്ള ഹോട്ടൽസും ഉണ്ട്. സോ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് ഇഷ്ടംപോലെ കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഞങ്ങൾ ഫസ്റ്റ് പോയപ്പോൾ ഉള്ള ഹോട്ടൽസ് ആ കാര്യങ്ങളൊക്കെ ഞാൻ വ്ലോഗിൽ പറയുന്നതായിരിക്കും. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സോഫ സെറ്റി മോൾ സോഫ ഉണ്ടായിരുന്നു, 2 ചെയർ ഉണ്ടായിരുന്നു, പിന്നെ കോംപ്ലിമെന്ററി ആയിട്ട് 2 കുപ്പി വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ നിങ്ങൾ ഈ കാണുന്ന എല്ലാം ഉണ്ടായിരുന്നു. സോ ഈ കാര്യം നിങ്ങൾക്ക് എന്നെ നല്ലതായിട്ട് ട്രസ്റ്റ് ചെയ്യാം. സുഖമായിട്ട് നമുക്ക് പോയി നല്ല അടിപൊളിയായിട്ട് താമസിച്ച് അമ്പലത്തിലും കാര്യങ്ങളും എല്ലാ സ്ഥലങ്ങളിലൊക്കെ പോയി സുഖമായിട്ട് വരാൻ പറ്റുന്ന ഒരു ഹോട്ടലാണ്. പിന്നെ ഇവിടെ ബീച്ച് വ്യൂ റൂം ഒക്കെ ഉണ്ട്. ബീച്ച് വ്യൂ റൂം ആണെങ്കിൽ ഒരു ഡബിൾ ബെഡ്റൂം ഞങ്ങൾ ഫസ്റ്റ് പോയി നോക്കിയിരുന്നു, പക്ഷെ അവിടെ ഡബിൾ ബെഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ AC കിട്ടിയ ട്രിപ്പിൾ ബെഡ്റൂം ആണെങ്കിൽ സിറ്റി വ്യൂ ആണ്, പക്ഷേ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ബീച്ചും കാണാൻ പറ്റും. സോ ആ സിറ്റി വ്യൂ കാണാൻ പറ്റുന്ന ബാൽക്കണി ഞാൻ പിന്നെ കാണിച്ചു തരാം. പിന്നെ അതായത് നമുക്ക് ഇതാണ്ട് ഒരു കബോർഡ് ഉണ്ട്. കബോർഡ് അത്യാവശ്യം നല്ല അടിപൊളി സ്പേഷ്യസ് ആണ്. കണ്ടില്ലേ, നമ്മൾ കൊണ്ടുവരുന്ന ലഗേജും ഡ്രസ്സുകളും എല്ലാം നല്ല അടിപൊളിയായിട്ട് വെച്ച് സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് വെക്കാൻ പറ്റും. പിന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമും ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ അവിടെ മോർണിംഗ് ഒരു 5 AM തൊട്ടാന്ന് തോന്നുന്നു, 5 AM തൊട്ട് 9 AM വരെ നല്ല ഹോട്ട് വാട്ടർ കിട്ടും. അല്ലാത്ത ടൈമിൽ കോൾഡ് വാട്ടർ ആയിരിക്കും. നല്ല വൃത്തിയുള്ള ബാത്റൂം തന്നെയായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഇനി ബാൽക്കണി കാണണ്ടേ? ബാൽക്കണി ഇതാ ഇപ്പൊ കാണിച്ചു തരാം. ഒരു ചെറിയ ബാൽക്കണിയാണ്, പക്ഷെ നല്ല അടിപൊളി വ്യൂ ആണ്. നേരെ നമ്മളിത് തുറന്നു ചെല്ലുമ്പോൾ സിറ്റിയാണ് കാണുന്നത്. നമ്മുടെ ആ വന്ന വഴിയെല്ലാം കാണും. ഭയങ്കര കാറ്റാണ്, നിങ്ങൾക്കതിപ്പോൾ മനസ്സിലാവും. എൻ്റെ മുടി കിടന്ന് പറക്കുന്നുണ്ട്, അത്ര കാറ്റാണ്. കാരണം തൊട്ടടുത്തുണ്ടല്ലോ കടല്. സോ അടുത്തടുത്തൊക്കെ ബിൽഡിങ്സ് ആണ്. ഇതിന്റെ നൈറ്റ് വ്യൂ കാണുമെങ്കിൽ നിങ്ങൾ ഇനി വരുന്ന എന്റെ ബ്ലോഗ്സ് കണ്ടാൽ ഇതിലത്തെ നൈറ്റ് വ്യൂ എല്ലാം കാണാൻ പറ്റും. നല്ല രസം. ഞങ്ങൾ എത്ര നേരം ഇവിടെ ഇരുന്നെന്നറിയോ. ഇത് ബാൽക്കണിയുടെ റൈറ്റ് സൈഡാണ്. അതേപോലെ തന്നെ ഈ ഹോട്ടലിൽ പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. താഴെ ലെഫ്റ്റ് സൈഡിൽ ഒത്തിരി നല്ല അടിപൊളി ഒരു വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്. ബീച്ച് കണ്ടോ? ബീച്ചിനും കൂടെ ഒരു ഇങ്ങനെ റൈറ്റ് സൈഡിലോട്ട് കാണുന്നതാണ് നമ്മുടെ വിവേകാനന്ദ പാറയാണ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നുകൂടെ നല്ലതായിട്ട് കാണാം. സോ ഇതാണ് 6th ഫ്ലോറിന്റെ നമ്മുടെ കോറിഡോർ ആണ്. ഇവിടുന്ന് കാണുമ്പോൾ ഒരു ഗ്ലാസ് കണ്ടോ? അവിടെ നോക്കിയാൽ നമുക്ക് ആ ലെഫ്റ്റ് സൈഡിൽ ഒരു വ്യൂ കാണാൻ പറ്റും. ആ ഒരു ഭാഗത്തേക്ക് കേട്ടോ നമ്മുടെ ബീച്ച് വ്യൂ ഉള്ള റൂം. പക്ഷെ അവിടെ ഡബിൾ ബെഡ്റൂം ഒക്കെയാണ് കൂടുതലും ഉള്ളത്. ഞങ്ങൾക്ക് ട്രിപ്പിൾ വേണോണ്ടാണ് ഞങ്ങൾ അത് എടുക്കാത്തത്. അതേപോലെ ഞങ്ങൾ AC ആണല്ലോ നോക്കിയത്, അതുകൊണ്ടാണ് ഇപ്പോഴത്തെ റൂം. പക്ഷെ അവിടെ നല്ലതായിരുന്നു. പിന്നെ ദാണ്ടേ കണ്ടോ, നിങ്ങൾ ഈ വ്യൂ കണ്ടോ? നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലും കുറെ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. പിന്നെ അതേപോലെ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും റൈറ്റ് സൈഡില് കുറച്ച് ഞാൻ ഒന്നുകൂടെ നന്നായിട്ട് കാണിക്കും. ഞാൻ ഈ ബിൽഡിങ്സ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ ആദ്യം എടുക്കുമായിരുന്നു. റൈറ്റ് സൈഡ് കണ്ടോ, നേരെ കാണുന്നതാണ് വിവേകാനന്ദ മെമ്മോറിയൽ ട്രോക്ക്, വിവേകാനന്ദ പാറ. അതിന് തൊട്ടടുത്ത് തിരുവള്ളൂർ പ്രതിമയും ഗ്ലാസ് ബ്രിഡ്ജും എല്ലാം ഉണ്ട്. പിന്നെ ലിഫ്റ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ലിഫ്റ്റിലാണ് താഴെ വരെ പോയത്. സ്റ്റെപ്പ് അങ്ങനെ ഇറങ്ങിയതായിട്ട് ഇല്ല, സ്റ്റെപ്പ് ഇറങ്ങിയില്ലായിരുന്നു. ഞങ്ങൾ താമസിച്ച റൂം 601 ആയിരുന്നു. അവിടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയായിരുന്നു താണ്ടെ ലിഫ്റ്റ് ഉണ്ടായിരുന്നത്. അതേപോലെ ഇപ്പോൾ റൈറ്റ് സൈഡ് ഞാൻ കാണിച്ചില്ലേ, അവിടെ ഞാൻ എൻ്റെ അടുത്ത ദിവസം മേളിൽ പോയി സൺറൈസ് വ്യൂ ഒക്കെ കണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അത് നിങ്ങൾക്ക് എൻ്റെ ബ്ലോഗ് ഇനി കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം. അതേപോലെ ഞങ്ങളിപ്പോൾ താഴോട്ട് പോകുന്നത് ഞങ്ങൾ എവിടേക്കോ കഴിക്കാൻ വേണ്ടി പോയതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത ബ്ലോഗിൽ കാണിക്കാം. 6th ഫ്ലോറിന് മുകളിൽ ടെറസാണ്, ഒരു വലിയ ടെറസാണ്. ഞാൻ അവിടെ ഒരു ഡാൻസ് ചെയ്തിട്ട് ഒരു ഷാഡോ പോലെ ഡാൻസ് ചെയ്ത് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര കാറ്റും കാര്യങ്ങളൊക്കെയാണ്. സോ ബാക്കിയൊക്കെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്ളോഗ്സിലെല്ലാം കാണാൻ പറ്റും. അതേപോലെ തന്നെ ഞാൻ ഹോട്ടലിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തേക്കാം. എനിക്ക് ഹോട്ടലിൽ ആ സ്റ്റേ എനിക്ക് അത്രയും ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് എൻ്റെ ചാനലിൽ കൂടെ നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചത്. കാരണം ആർക്കായാലും നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മളിങ്ങനെ ചെക്കൊക്കെ ചെയ്ത് നോക്കൂല്ലോ യൂട്യൂബിൽ. അപ്പോൾ ഇത് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പോസ്റ്റ് ചെയ്തതാണ്. എനിക്ക് ഭയങ്കര ട്രസ്റ്റ് ആയിട്ട് പോയി താമസിക്കുകയൊക്കെ ചെയ്യാം. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. റിവ്യൂ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചത്. പറ്റേ ഉള്ളൂ. ബാക്കി ട്രാവൽ വീഡിയോസ്, അതായത് ഞാൻ കന്യാകുമാരിയിലെ ബ്ലോഗ്സ് ഒക്കെ ഞാൻ വഴി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ കാണാം. അതുവരെയ്ക്കും ബൈ.